സലാർ പാർട്ട് 1 സീസ് ഫയർ. ഇതൊരു 2 പാർട്ട് സിനിമയാണ്. അതുകൊണ്ടാണ് പാർട്ട് 1 എന്ന ആദ്യത്തെ സിനിമയ്ക്ക് പേരിട്ടത്. ഈ 2023 മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് 1 നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും സലാർ എന്ന് പറയുന്നത്. അതിന് രണ്ടാണ് കാരണങ്ങൾ. ഒന്ന്, പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞ ഡയറക്ടർ. രണ്ട്, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ. അപ്പം മലയാളി എന്നുള്ള നിലയിൽ പൃഥ്വിരാജ് തെലുങ്കിൽ പോയി അഭിനയിക്കുന്നു, ഇത്രയും വലിയ ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു കാരണം നമുക്ക് ഈ ഒരു സിനിമയെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ KGF കണ്ടിട്ടുള്ള എല്ലാവർക്കും പ്രശാന്ത് നീൽ എന്നുള്ള ഡയറക്ടർ ആരാണെന്ന് അറിയാം. അപ്പം ഈ ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഞാൻ സിനിമ കാണാൻ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ KGF ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല പോകുന്നത്. കാരണം KGF ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തന്നത്. ആ ഒരു എക്സ്പീരിയൻസ് തരാൻ വേറൊരു സിനിമയ്ക്കും കഴിയില്ല. അതിപ്പം സലാർ തരുന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ അങ്ങനെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് തന്നെയാണ് തോന്നുന്നത്. ഒരു പക്ക പ്രശാന്ത് നീൽ സിനിമ എന്നുള്ള ആ ഒരു രീതി, അല്ലാണ്ട് നമ്മളിപ്പോൾ പൃഥ്വിരാജ് ഇതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രഭാസ് കോൺട്രിബ്യൂട്ട്, അങ്ങനെയല്ല. ഇതൊരു ഡയറക്ടർ മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കുറേ ആളുകളെങ്കിലും ഇതിനകത്ത് ലാഗ് ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ അവർ പ്രതീക്ഷ സാധനം കിട്ടിയില്ല എന്നൊക്കെ പറയും. കാരണം ഇതൊരു 2 പാർട്ട് മൂവിയാണ്. ഇതിൻ്റെ ആ ഒരു ഫുൾ സാധനം കിട്ടിയിട്ടില്ല. അതായത് ഒരു വലിയ വെടിക്കെട്ടിന് മുമ്പ് സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, ആ ഒരു സെറ്റ് ചെയ്ത് വെക്കൽ മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴായിരിക്കും ആ ഒരു വെടിക്കെട്ട് സാധനങ്ങളൊക്കെ വരുന്നത്. കാരണം അങ്ങനെ സെറ്റ് ചെയ്ത് പക്കയായിട്ട് വെച്ചേക്കും. അതായത് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുന്നു, ക്യാരക്ടർ അങ്ങനെയാണ്, ക്യാരക്ടർ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ സലാർ, നമുക്ക് സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരാം. അപ്പം കാൻസാർ എന്ന് പറയുന്നതാണ്, ആ ഒരു കാൻസാറിൻ്റെ കഥയാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അതായത് കാൻസാറിനെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ KGF നോക്കുകയാണെങ്കിൽ KGFനകത്ത് മാസ് ഡയലോഗുകളും മാസ് സീനുകളും ആയിരുന്നെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ബ്ലഡ് ബാത്തും ആക്ഷൻ സീക്വൻസുകളും കൂടുതലായിട്ടുണ്ട്. അൻപരിവ് മാസ്റ്റേഴ്സാണ് ഇതിനകത്ത് ആക്ഷൻസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരവരുടെ പോർഷൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും ഭയങ്കര ഇതായിട്ട്, അതായത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. കാരണം പൃഥ്വിരാജിന് ഇങ്ങനൊരു റോളിൽ ഇത്ര ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്ന ഒരു റോളിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ പ്രഭാസ് ബാഹുബലിക്ക് ശേഷം ഒരുപാട് ഫെയിലിയേഴ്സ് ആയിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമ കണ്ട സമയത്ത്. അപ്പോൾ കാൻസാറിൻ്റെ കഥയാണ്. ഇതിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കാൻസാറിൽ ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, നമ്മളിപ്പം ഒരു ഗെയിം ഓഫ് ത്രോൺ ലെവൽ സ്റ്റോറി എന്നൊക്കെ പറയില്ലേ, അതേപോലെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഇന്നർ പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ് ഇത് പറഞ്ഞു പോകുന്നത്. കാൻസാറിലെ ആ ഒരു റൂളിങ് ഫാമിലിയും അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആരാണ് ദേവ എന്നുള്ള പ്രഭാസിൻ്റെ ക്യാരക്ടർ, ഇവരുടെ തമ്മിലുള്ള വേദ രാജ മന്നാറും അതേപോലെ തന്നെ ദേവയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങൾ, അവരുടെ ബോണ്ട്, അതൊക്കെയാണ് ഈ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു പോകുന്നത്. സ്റ്റോറി പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ ശത്രുക്കളാകും എന്നാണ് പറയുന്നത്. അതായത് അതിനെപ്പറ്റിയിട്ടും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണുന്നില്ലെങ്കിലും ആകും എന്നാണ് അടുത്ത പാർട്ടിൽ, ആകും എന്നാണ്. അപ്പം രണ്ടാമത്തെ പാർട്ടിൻ്റെ പേര് ശൗരംഗ പർവ്വം എന്നാണ്. അപ്പം ശൗരംഗ എന്ന് പറയുന്ന ഒരു ട്രൈബ്. അപ്പം ഈ ഒരു കാൻസാറിനെ പറ്റി പറയുകയാണെങ്കിൽ കാൻസാറിൻ്റെ കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 1100 സംതിങ്ങിലാണ് കുറേ കൊള്ളക്കാരായിട്ടുള്ള വലിയൊരു ഗ്രൂപ്പായിരുന്നു, ഒരു ട്രൈബായിരുന്നു. അവരുടെ സേവിങ്സ് എല്ലാം കൂടി ചേർത്ത് കാൻസാറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാൻസാർ വലിയൊരു സിറ്റി ആക്കി എടുക്കുന്നു. അതേപോലെ തന്നെ അവിടെ പിന്നെ റൂൾസ് വരുന്നു, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കാൻസാറിൻ്റേതായ റെഗുലേഷൻസും റൂൾസും വരുന്നു. അപ്പോൾ ഇന്ത്യയിലൊരു സ്ഥലമാണെങ്കിലും ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന കാൻസാർ, അവിടെയാണ് ഇല്ലീഗൽ ഡീലിങ്സ് ഫുള്ള് നടക്കുന്നത്. വലിയൊരു രാജ്യം പോലെയാണ് കാൻസാർ. അപ്പോൾ കാൻസാറിലെ റൂളിങ് ഫാമിലിയിലെ അടുത്ത യുവരാജാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ വ്യക്തിയാണ് ഈ വേദരാജ മന്നാർ എന്ന് പറയുന്നത്. അപ്പം അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നതും, ഈ ദേവയെ, അതായത് തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരുന്നത്, പിന്നെ അവിടെ അടിപിടി ബഹളമൊക്കെ ആവുന്നതുമാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത് 2 കാരണങ്ങളാണ്. അതിലൊന്ന് ശ്രുതി ഹസൻ എന്ന് പറയുന്ന നടിയാണ്. കാരണം ശ്രുതി ഹസനെ എന്തിനു കൊണ്ടുവന്നു പോലും എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് ഉള്ള ഒരു 5 അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 മണിക്കൂർ കാണുമായിരിക്കും സ്ക്രീൻ പ്രസൻസ്, അത്ര പോലും ഇല്ല. പക്ഷേ അവിടെ അത്രയും നല്ല രീതിയിൽ ബോറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ 2, എനിക്ക് ചില സ്ഥലങ്ങളിൽ കാൻസാർ കാണിക്കുന്നത്, അതായത് ചില വൈഡ് ഷോട്ടിൽ, ചില അപ്പർ ഷോട്ടുകളിൽ, വൈഡ് ഷോട്ടുകളിലൊക്കെ കാൻസാർ കാണുന്ന സമയത്ത് അത് കാൻസാറാണോ അതോ ഏതെങ്കിലും വല്ല അബ്രോഡുള്ള അല്ലെങ്കിൽ UK US നമ്മൾ ചില ഷോട്ടുകൾ കാണില്ലേ, അതേപോലെ ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. അത് മനഃപൂർവ്വം ചെയ്ത് വെച്ചാണോ അതിന് VFX ഫെയിലുവർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീല് ചില ഷോട്ടുകളിൽ, 1-2 ഷോട്ടുകളിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് എനിക്കൊന്ന് ഈ വൈഡ് ഡ്രോൺ ഷോട്ടിലൊക്കെയാണ് അത് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. ചില സമയത്ത് അത് അവർ കാൻസാറാക്കാൻ മറന്നു, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷോട്ട് എടുത്തത് കാൻസാറിലോട്ട് VFX ചെയ്യാൻ മറന്നുപോയതാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഉജ്ജ്വൽ കുൽക്കർണി, നമ്മളുടെ KGF എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ പയ്യൻ തന്നെയാണ്.
എഡിറ്റിങ്, അതേപോലെ തന്നെ ഫൈറ്റ്, സിനിമാറ്റോഗ്രഫി, പിന്നെ കളർ ഗ്രേഡിങ്, ഡയറക്ഷൻ, ഈ പാർട്ടിലൊന്നും വലുതായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ VFX ചില പ്രശ്നങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ KGF പ്രതീക്ഷിച്ച് ആരും പോകരുതെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം ഇതൊരു KGF ലെവൽ സിനിമയല്ല, ഇത് KGFിനേക്കാൾ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പൃഥ്വിരാജിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ദേവ എന്ന് പറയുന്ന നമ്മളുടെ പ്രഭാസിൻ്റെ ക്യാരക്ടറിനാണ്. കാരണം കുറച്ചും കൂടെ ദേവ എന്താണ്, ദേവയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കാണിച്ചു പോകുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒറ്റയ്ക്ക് നിന്നിട്ട് കുറേ പേര് അടിച്ചിരുന്ന സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു വൾഗാരിറ്റി ഈ സീനുകളൊന്നും കാണുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ ആ ഒരു ഫൈറ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഫൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പൃഥ്വിരാജിനെ ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നത് പ്രശാന്ത് പൃഥ്വിരാജിനെ ഈ ഒരു സിനിമയിലേക്ക് വിളിക്കാനുള്ള കാരണം ആ ഒരു കറുപ്പും ഇട്ടിട്ട് പൃഥ്വിരാജ് സ്ക്രീനിൽ നിൽക്കുമ്പോൾ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അത് ഭയങ്കര ഹൈപ്പാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അതിന് വേറെ ഇന്ത്യയിൽ ഇത്രയധികം നടന്മാരുള്ളിടത്ത് നിന്ന് പർട്ടിക്കുലർലി പൃഥ്വിരാജിന് വേണ്ടി തന്നെയാണ് ഈ റോളെന്ന് പറഞ്ഞ് പ്രശാന്തിൽ വിളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു ക്യാരക്ടറിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഈ ഒരു സിനിമ 2 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. അപ്പം 3 മണിക്കൂറോളമുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ഈ സിനിമ ബോറടിച്ചേക്കാം ചില സ്ഥലങ്ങളിൽ. അതായത് ഒരു ഫസ്റ്റ് പാർട്ടൊക്കെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ്റർവെല്ലിന് മുമ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് പോലെ ചിലർക്ക് ഫീൽ ചെയ്യാം. പക്ഷേ അത് അങ്ങനെ ഈ ഒരു സ്റ്റോറിയെ പറയാൻ പറ്റൂ. കാരണം അത്രയധികം ടൈം ജമ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അതായത് വർഷങ്ങളുടെ സ്റ്റോറിയൊക്കെ ടൈം ജമ്പ് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ കൊണ്ടു നിർത്തിയിട്ടാണ് പോകുന്നത്. ഇപ്പം രാജമന്നാർ ആരാണ് അല്ലെങ്കിൽ ശിവമന്നാർ ആരായിരുന്നു എന്ന് പോലും പറഞ്ഞു പോകുന്നില്ല. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ സീനിൽ പറഞ്ഞു പോകുന്നതാണ് ഉള്ളത്. അപ്പം വേദയുടെയും ദേവയുടെയും കഥ പറയാനായിട്ട് ഖാൻസാറിൻ്റെ സ്റ്റോറി എങ്ങനെ മാറുന്നു, ഖാൻസാറിൻ്റെ സ്റ്റോറി എങ്ങനെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും പിരിയുമ്പോഴെങ്ങനെ മാറുന്നു എന്നാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പം സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പം ഇവർ തമ്മിൽ എന്തിനാണ് പിരിയുന്നത്, എന്തായിരുന്നു പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ഇനി എന്ത് സംഭവിക്കും, എങ്ങനെ വേദരാജമന്നാർ ഈ ഒരു ഖാൻസാറിൻ്റെ ആ ഒരു റൂളിംഗ് പ്രിൻസ് ആകുന്നു എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്നൊക്കെ കാണാനായിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെന്ന് വരും എന്നതിനെ പറ്റിയിട്ടൊന്നും ആരും ഒന്നും ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് പൊട്ടിക്കണ്ടേ, അത് ഗംഭീര സാധനമായിരിക്കും. പ്രഭാസ് ഫൈറ്റിൽ ഒരു രക്ഷയില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ട അതിപുരുഷായാലും അല്ലെങ്കിൽ രാധേശ്യാം പോലെയൊന്നും അല്ല, നമ്മൾ ആ ഒരു ബാഹുബലിയിൽ കണ്ട പ്രഭാസിനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സിനിമയിൽ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ആ ഒരു മുഖമൊക്കെ പോയെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഓക്കെ എന്ന് പറയാവുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം.